സത്യപ്രതിജ്ഞയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കവേ UDF സ്ഥാനാർത്ഥിയെ സ്തംഭിപ്പിച്ചുകൊണ്ട് എതിർ സ്ഥാനാർത്ഥിയുടെ കടന്നുകയറ്റം നടന്നിരുന്നു. വിജയിച്ച UDF സ്ഥാനാർത്ഥിയെ സത്യപ്രതിജ്ഞ ചെയ്യിക്കരുത്, അയോഗ്യനാക്കണമെന്ന് കളമശ്ശേരിയിൽ സ്വതന്ത്രന്റെ ആവശ്യം വന്നിരിക്കുകയായിരുന്നു. കളമശ്ശേരി നഗരസഭയിലെ 43-ാം വാർഡിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥിയെ സത്യപ്രതിജ്ഞ ചെയ്യിക്കരുത് എന്നാവശ്യപ്പെട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. വിജയിച്ച UDF സ്ഥാനാർത്ഥി കെ റിയാസിനെ സത്യപ്രതിജ്ഞ ചെയ്യിക്കരുത് എന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന KV പ്രസാദിന്റെ ആവശ്യം. റിയാസിനെ അയോഗ്യനാക്കണമെന്നും സത്യപ്രതിജ്ഞ ചെയ്യിക്കരുത് എന്നും ആവശ്യപ്പെട്ട് KV പ്രസാദ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ തന്റെ ചിഹ്നമായ TVക്ക് മുകളിൽ റിയാസ് കാല് കഴുകിയെന്നും UDF അനുയായികൾ TV അടിച്ചു തകർത്തു എന്നുമായിരുന്നു KV പ്രസാദിന്റെ ആരോപണം. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനമാണെന്നും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട തന്നെ സമൂഹത്തെ മുന്നിൽ അവഹേളിക്കുന്നതാണെന്നും പ്രശാന്ത് പരാതിയിൽ പറഞ്ഞിരുന്നു. TV അടിച്ചു തകർക്കുന്നതിനെയും കാൽ കഴുകുന്നതിനെയും ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ തനിക്കും കുടുംബത്തിനും പുറത്തിറങ്ങാനാകുന്നില്ല എന്നും KV പ്രസാദ് പരാതിയിൽ പറയുന്നു. റിയാസിന്റെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും പ്രവൃത്തി ഇലക്ഷൻ കമ്മീഷന്റെയും സുപ്രീം കോടതിയുടെയും ഉത്തരവുകൾക്ക് വിരുദ്ധമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടന്നിരുന്നു. ഗ്രാമബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളും രാവിലെ 10-നായിരുന്നു ചടങ്ങ് തുടങ്ങിയത്. കോർപ്പറേഷനിലെ 11:30-ക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവധി ദിവസമായിട്ടും സത്യപ്രതിജ്ഞ നടത്തുവാൻ തീരുമാനിച്ചതും. ഏറ്റവും മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. കോർപ്പറേഷനുകളും ജില്ലാ പഞ്ചായത്തുകളിലും കളക്ടർമാരും മറ്റിടങ്ങളിൽ അതത് ഭരണാധികാരികളുമാണ് ചുമതലയുള്ളത്. കൂടാതെ ആദ്യ ഭരണസമിതി യോഗവും ഇന്ന് തന്നെയാണ് നടക്കുക. മലപ്പുറത്തെ 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ കാലാവധി അവസാനിക്കാത്തത് കൊണ്ട് തന്നെ പിന്നീടായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുക എന്നും അറിയാൻ കഴിയുന്നുണ്ട്. മേയർ, ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഈ മാസം 26-നും പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-നും നടക്കും. അതേസമയം തിരുവനന്തപുരം, കൊച്ചി മേയറുടെ കാര്യത്തിൽ തീരുമാനമായിട്ടേയില്ല. 101 അംഗ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 വാർഡുകൾ നേടി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് മാറിയിരുന്നു. CPI നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 29 സീറ്റുകളാണ് നേടിയത്. കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി 19 സീറ്റുകളും സ്വന്തമാക്കി. 2 വാർഡുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നേടി. BJPക്ക് കേവല ഭൂരിപക്ഷത്തിന് 1 സീറ്റ് മാത്രം കുറവായിരുന്നുവെങ്കിലും ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായി ദീർഘകാലമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന ഒരു നഗരത്തിൽ നിർണായകമായ രാഷ്ട്രീയ മാറ്റമാണ് ഫലം അടയാളപ്പെടുത്തിയത്.